ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. എക്സാമിൻ്റെയൊക്കെ തിരക്കിലായിരിക്കും എല്ലാവരും. ഏകദേശമൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ എക്സാമിന്. ഇന്ത്യൻ റൈറ്റിംഗ് അല്ലേ ആദ്യത്തെ എക്സാം. അപ്പോൾ അതിൽ ലാസ്റ്റ് ബ്ലോക്കിലെ വൺ ആക്ട് പ്ലേ ചിത്ര ബൈ രവീന്ദ്രനാഥ് ടാഗോർ. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏതൊക്കെ ഇന്ത്യൻ സ്റ്റോറീസ്, നോവലാണെങ്കിലും ഡ്രാമയാണെങ്കിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളത്, ഇംഗ്ലീഷ് ലാംഗ്വേജിലെന്ന് മാത്രമല്ല ഏത് ഭാഷയിലാണെങ്കിലും അതിലൊക്കെ the writers managed to capture the essence of Indian tradition. അവർ ഇന്ത്യൻ ട്രഡീഷൻസിനെ, ഇന്ത്യൻ മിത്തോളജി, ഫോക്ലോർ, ലെജൻഡ്സ്, ഇതിനൊക്കെ ആ ഒരു എസൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിൽ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ പക്ഷേ ഈ മോഡേൺ ഇന്ത്യൻ തിയേറ്റർ അല്ലെങ്കിൽ ഇന്ത്യൻ ഡ്രാമ ഇറ്റ് പുൾസ് ഫ്രം സച്ച് സോഴ്സസ് ലൈക്ക് Sanskrit theatrical tradition, folk patterns and even western forms. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു മിക്സ് അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് ഈ ഇന്ത്യൻ റൈറ്റിങ്ങിൽ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ രവീന്ദ്രനാഥ് ടാഗോറിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാടകങ്ങളൊക്കെ ഇറ്റ് ഈസ് ലൈക്ക് ആൻ എക്സ്പ്ലറേഷൻ ഓഫ് ഇന്ത്യൻ തോട്ട് ആൻഡ് മിത്തോളജി. കൂടുതലും ഇന്ത്യൻ മിത്തോളജിയെയും അല്ലെങ്കിൽ ഇന്ത്യയുടേതായ കൾച്ചറും ഇന്ത്യയുടെ ട്രഡീഷനും ഇതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതുന്ന ഒരു റൈറ്ററായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ. And he often drew inspiration from sacred texts like രാമായണ ആൻഡ് മഹാഭാരത. അപ്പോൾ ഇതിനൊക്കെയുള്ള ഒരു ഇൻസ്പിറേഷൻ ഇങ്ങനെ ഇന്ത്യൻ ട്രഡീഷൻ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ ഇന്ത്യൻ കൾച്ചർ ഫോളോ ചെയ്ത് ഇന്ത്യ എന്തിനൊക്കെയാണോ ഇന്ത്യൻസ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരവും നമ്മുടേതായ രീതിയും നമ്മുടെ ചിന്തകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് വെസ്റ്റേൺ കൾച്ചറിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പം ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന റൈറ്ററാണ് രവീന്ദ്രനാഥ് ടാഗോർ. അതിന് അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുള്ളത് രാമായണ മഹാഭാരത പോലുള്ള സീക്രട്ട് ടെക്സ്റ്റിൽ നിന്നും പുരാണങ്ങളിൽ നിന്നും ബുദ്ധിസ്റ്റ് ടെയിൽസിൽ നിന്നും ഒക്കെ ആണ്. അപ്പോൾ അതിന് അങ്ങനെ എഴുതിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഇന്ത്യൻ എസൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ ട്രഡീഷൻ, ഇന്ത്യൻ കൾച്ചർ ഇതിനെയൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എഴുതുന്നതാണ് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ വർക്കുകൾ എന്നതിന് ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് നമുക്ക് പഠിക്കാനുള്ള ചിത്ര എന്നുള്ള ഈ വൺ ആക്ട് പ്ലേ. And it is a one act play that takes its story from the Mahabharata. അപ്പോൾ ഈ ഒരു സ്റ്റോറിയും മഹാഭാരതത്തിൽ നിന്ന് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങളെ വെച്ച് എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതൊരു വൺ ആക്ട് പ്ലേ ആണ്. ഈ ഒരു ഡ്രാമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 1913 രവീന്ദ്രനാഥ് ടാഗോർ ഈ ചിത്ര എന്ന വൺ ആക്ട് പ്ലേ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇംഗ്ലീഷിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ടൈറ്റിൽ ചിത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ആ ഒരു ഹീറോയിൻ്റെ പേരാണ്. ഇതിൽ തീം ഓഫ് ലവ് കുറിച്ചാണ് കൂടുതലായിട്ട്, അതായത് പ്രണയത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ദ ക്യാരക്ടർ ഓഫ് ചിത്ര എംബോഡീസ് ടാഗോർസ് ഐഡിയ ഓഫ് ലവ് ആൻഡ് സ്റ്റോറി ഈസ് ഡെവലപ്ഡ് ഓൺ ദ ത്രെഡ് ഓഫ് ലവ് ബിറ്റ്വീൻ അർജുന. അർജുനൻ്റെ മഹാഭാരതത്തിലെ കഥാപാത്രമായിട്ടുള്ള എല്ലാവർക്കും അറിയാം. അർജുനൻ ആരാണെന്ന് അറിയാത്തവരായിട്ട് ഉണ്ടാവില്ലെന്ന് വിചാരിക്കണം. മഹാഭാരതത്തിലെ വില്ലാളി വീരനായിട്ടൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ അർജുനൻ്റെ ലവറായിട്ടാണ് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ചാണ് ഈ ഒരു ഡ്രാമയിൽ പറയുന്നത്. The content of the play, it is based on one of the stories from Mahabharata. In this play, ചിത്രാംഗത എന്ന് പറയുന്നതാണ് ചിത്ര. അപ്പോൾ ഈ ചിത്രാംഗത അല്ലെങ്കിൽ ചിത്ര, ഷീ ഈസ് എ ഫീമെയിൽ വാരിയർ, ഒരു സ്ത്രീയാണ്.
പക്ഷേ ഒരു യോദ്ധാവും കൂടിയാണ്. This mythology is significant. It is based on the nuances of love between Arjuna and Chitra. In this play of international acclaim, Tagore introduced this philosophy of reality and illusion. അപ്പോൾ റിയാലിറ്റിയും ഇല്യൂഷനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുകൂടെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി നമ്മൾ ഡ്രാമയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ചിത്ര അല്ലെങ്കിൽ ചിത്രാംഗത എന്ന് പറയുന്നത് ദ പ്രിൻസസ് ഓഫ് മണിപ്പൂർ, മണിപ്പൂരിലുള്ള ഒരു രാജകുമാരിയാണ്. ആൻഡ് ഷീ ഈസ് ബ്രോട്ട് അപ്പ് ലൈക്ക് എ ബോയ് ബൈ ഹർ പാരൻസ്. അവളുടെ പാരൻസ് അവളെ ഒരു ആൺകുട്ടിയെ പോലെ ആണ് വളർത്തിയത്. അങ്ങനെ അവൾക്ക് എല്ലാ അന്നത്തെ ശസ്ത്രവിദ്യകളിൽ, ആർച്ചറി, ഇതിലൊക്കെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം നമുക്ക് ഈ ഇവരെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, ചിത്രയും മദന ആൻഡ് വസന്ത. ചിത്ര ഇങ്ങനെ അവളുടെ വീട്ടിൽ ഗാർഡനിൽ ഇരിക്കുന്നു. അവിടെ ഇരുന്നു കൊണ്ട് ചിത്ര ഒരു കോൺവെർസേഷൻ നടത്തുകയാണ് മദനയും വസന്തയും. മദന എന്ന് പറയുന്നത് ഗോഡ്സ് ഓഫ് ലവ് ആൻഡ് വസന്ത എന്ന് പറയുന്നത് യൂത്ത് ആൻഡ് ബ്യൂട്ടി. ഈ രണ്ടിൻ്റെയും ദേവതകളാണ് ഇവരുമായിട്ട് സംഭാഷണം നടത്തുകയാണ്. ആൻഡ് ചിത്ര അണ്ടർഗോസ് ആൻഡ് ഇൻറ്റൻസ് പെനൻസ് ടു പ്ലീസ് ബോത്ത് ദീസ് ഗോഡ്സ് ലവ് ആൻഡ് യൂത്ത്. അപ്പോൾ ഇവരെ രണ്ടുപേരെയും തൃപ്തിപ്പെടുത്തണം, പ്രീതിപ്പെടുത്തണം എന്നുള്ളത് ഇവളുടെ മനസ്സിൽ തോന്നുകയാണ്. When they inquire about her problem, she responds that she is the daughter of ചിത്രവാഹന. അപ്പോൾ ഇവളിങ്ങനെ ഗാർഡനിൽ തനിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ മദന ആൻഡ് വസന്ത വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ പ്രോബ്ലം, എന്താണ് വിഷമിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. അപ്പോൾ ഇവളുടെ കാര്യം പറയുന്നു. ആൻഡ് ദി ഡോട്ടർ ഓഫ് ചിത്രവാഹന, ദ കിങ് ഓഫ് മണിപ്പൂർ, ആൻഡ് ഷീ ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ലൈക്ക് എ ബോയ്. അവർക്ക് മെയിൽ ചൈൽഡൊന്നും ഇല്ല. അപ്പോൾ അവരെന്നെ ആൺകുട്ടിയെ പോലെയാണ് വളർത്തിയിരിക്കുന്നത് എന്ന് അവളിങ്ങനെ പറയുന്നു. അപ്പോൾ അവൾക്ക് ആ പെൺകുട്ടികളെ കാണുമ്പോൾ, സ്ത്രീകളെ കാണുമ്പോൾ ഞാൻ അവരെ പോലെ അല്ലല്ലോ, കാരണം ആൺകുട്ടിയെ പോലെ വളർത്തിയിട്ടുള്ളത് കൊണ്ട് ഫിസിക്കലി അവൾ കാണാൻ സ്ത്രീയാണെങ്കിലും അവളുടെ ക്യാരക്ടറൊക്കെ ആ പെൺകുട്ടികളെ പോലുള്ള നാണമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഡ്രസ്സിങ്ങോ ഒന്നും ആയിരുന്നില്ല അവൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷമം അവളുടെ മനസ്സിൽ ഉണ്ട്. ഇനി അടുത്തതായിട്ട് അവരോട് പറയുന്നത് ഷീ നറേറ്റ്സ് ഹർ ഫസ്റ്റ് എൻകൗണ്ടർ വിത്ത് അർജുന. അർജുനയുമായിട്ടുള്ള അവൾ മീറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. അപ്പോൾ അവൾ എവിടെ വെച്ചാണ് അർജുനനെ കാണുന്നത്? ഹണ്ടിങ്ങിനായിട്ട് കാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു ആശ്രമം കാണുന്നു. വേറെ മാൻ ഈസ് സീൻ ലൈയിങ് ആൻഡ് ബ്ലോക്കിംഗ് ഹർ വേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരാളെ ഇവൾ കാണുകയാണ്. ഇവളുടെ മാർഗ്ഗ തടസ്സമുണ്ടാക്കിക്കൊണ്ട് അവിടെ നിൽക്കുന്നതായിട്ട് കാണുന്നു. ദോ ഷീ റിക്വസ്റ്റ് ദാറ്റ് ഹി മൂവ് അവേ ഫ്രം ദ പ്ലേസ്, ഹി റിമെയിൻ സൈലൻറ്റ് ഇൻ ദ സെയിം പ്ലേസ് വിത്തൗട്ട് മേക്കിംഗ് എനി മൂവ്മെൻറ്റ്. അപ്പോൾ വഴി മാറാൻ ആവശ്യപ്പെട്ടെങ്കിലും വഴി മാറുന്നില്ല. അപ്പോൾ ഇവൾ ആരോ അമ്പെടുത്തിട്ട് അയാളുടെ നേർക്ക് അമ്പ് ചെയ്യാൻ ശ്രമിച്ചു. When she inquires about his whereabouts, he responds that he is Arjuna. അപ്പോൾ ആരാണ് എന്താണെന്നൊക്കെ പിന്നീട് ആ കണ്ട ആളോട് ചോദിക്കുന്നു. അപ്പോൾ അയാൾ പറയാണ് ഞാൻ പഞ്ചപാണ്ഡവരിൽ ഒരാളായ അർജുനനാണ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ പിന്നെ ഒന്നും തന്നെ പറയാൻ ഇവൾക്ക് പറ്റിയില്ല. കാരണം എല്ലാവരും അറിയപ്പെടുന്ന ഒരാളാണ് അർജുനൻ. ആ അർജുനനോടാണോ ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറിയത് അവൾക്കത് ഓർത്തിട്ട് വല്ലാത്ത ഒരു വിഷമം തോന്നുകയാണ്. അത് കഴിഞ്ഞു അർജുനൻ അവിടെ നിന്ന് പോണു. അങ്ങനെ ഈ ചിത്രയുടെ ബോയിഷ് ആറ്റിറ്റ്യൂഡും ക്യാരക്ടറും ഒക്കെ ആളെ വല്ലാതെ ആകർഷിച്ചു. And the very next day, Chitra appears in front of Arjuna in a woman's costume to impress him. അപ്പോൾ ഈ അർജുനനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവളെന്ത് ചെയ്യണു? ഇവളുടെ ആ ഒരു വിമൻസ് കോസ്റ്റ്യൂമിൽ, അതായത് ശരിക്കും ഒരു സ്ത്രീകളുടെ ഡ്രസ്സും ആഭരണങ്ങളും ഒക്കെ ആയിട്ട് പോണു. ആൻഡ് ഷീ കൺഫസസ് ഹർ ലവ് ഫോർ ഹിം ആൻഡ് റിക്വസ്റ്റ് ദാറ്റ് ഹി മാരി ഹർ. അപ്പം അങ്ങനെ അവളുടെ ഇഷ്ടം, അർജുനനോടുള്ള ഇഷ്ടം അറിയിക്കുന്നു. അർജുനനോട് അവളെ മാരേജ് ചെയ്യണമെന്നും പറയണം.
പക്ഷേ അർജുനന് ഈ ഒരു അവളുടെ അപ്പിയറൻസിലൊന്നും ഇംപ്രസ് ചെയ്തതുപോലെ അവൾക്ക് തോന്നിയില്ല. And Arjuna discloses to her his long observation of celibacy and express his unwillingness to marry her. അപ്പോൾ അർജുനൻ പറയും, ഞാൻ കുറേ നാളായിട്ട് ബ്രഹ്മചര്യത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് മാരേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു റിജക്ഷൻ she implores the gods of love and beauty to bless her with captivating beauty for a day. അപ്പോൾ ആ വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഈ ദേവതകളെ ആര് കാണുന്നത്? ചിത്ര കാണുന്നത്. ബട്ട് ദേ ബ്ലെസ് ഹർ ടു കണ്ടിന്യൂ വിത്ത് ഹിസ് ബ്യൂട്ടി ഫോർ എ ഇയർ. അപ്പോൾ അവർ ഇവൾക്ക് വരം കൊടുക്കണു, നീ അതേപോലെ തന്നെ എങ്ങനെയാണോ അർജുനൻ്റെ മുൻപിൽ പോയി നിന്നത് അതേ ബ്യൂട്ടിയോടെ നീ ഒരു വർഷം ഇങ്ങനെ തന്നെ നിനക്ക് തുടരാൻ പറ്റട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ അനുഗ്രഹിക്കണം. അപ്പോൾ അങ്ങനെ അവസാനം അർജുന ഈസ് ഇംപ്രസ് വിത്ത് എ ബ്യൂട്ടിഫുൾ അപ്പിയറൻസ് ഓഫ് ചിത്ര ആൻഡ് ഫോൾസ് ഇൻ ലവ് വിത്ത് ഹർ. അങ്ങനെ അവസാനം അർജുനന് ചിത്ര ഇഷ്ടമാവാണ്. അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം ചിത്ര അണ്ടർഗോസ് എ ഫീലിംഗ് ഓഫ് ഡിസൊല്യൂഷ്മെൻറ്റ് ആസ് ഷീ തിങ്സ് ഓഫ് എ റിയൽ അപ്പിയറൻസ്. അപ്പോൾ അപ്പോഴൊക്കെ ചിത്രയുടെ മനസ്സിൽ എന്താണ്, ഇതെൻ്റെ യഥാർത്ഥ ബ്യൂട്ടി അല്ലല്ലോ, അവർ എനിക്ക് അനുഗ്രഹിച്ച് തന്ന ആ താൽക്കാലികമായിട്ടുള്ള ഒരു ബ്യൂട്ടി അല്ലേ. അപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ അർജുനന് എന്നോട് ഇഷ്ടമല്ലാതാവോ, എന്നോട് വെറുപ്പ് തോന്നുമോ എന്നൊക്കെയുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു കുറ്റബോധം അവളുടെ മനസ്സിൽ ഉണ്ടാവുകയാണ്. അർജുന becomes ready to break the celibacy in front of this beautiful lady. She cannot control herself and spends a night with him enjoying the physical pleasures. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും മാരേജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അർജുനൻ അങ്ങനെ അയാളുടെ ബ്രഹ്മചര്യ വ്രതമൊക്കെ അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു ദിവസം രാവിലെ ഷീ അപ്പിയേഴ്സ് crestfallen, regretting her pleasures with Arjuna. അപ്പോൾ അങ്ങനെ അതിൽ ഇങ്ങനെ അവൾ ഒരു അതുവരെ അവളുടെ പാരൻസ് അവളെ ഒരു മെയിൽ ചൈൽഡായിട്ട് അതുപോലെ വളർത്തിയിട്ട് ആ ഒരു ആൾക്ക് വേണ്ടി അവൾ സ്ത്രീയായിട്ട് മാറുകയും അതുപോലുള്ള ബ്യൂട്ടി ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ അവൾക്ക് അവളോട് തന്നെ ഒരു ഒരു ഷെയിമാവുകയാണ്. ഞാൻ എന്തിനാണ് ഇങ്ങനെ ആയത് എന്നുള്ള ഒരു ചിന്ത അവളുടെ മനസ്സിലേക്ക് വരുന്നു. എന്നിട്ട് അവൾ ഈ മദന ആൻഡ് വസന്ത, ലവ് ആൻഡ് ബ്യൂട്ടിയുടെ ഗോഡസ് ഉണ്ടല്ലോ, അവരോട് പറയുന്നു, എനിക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ആയാൽ മതി, എനിക്ക് ഈ ബ്യൂട്ടി വേണ്ട എന്ന് പറയുന്നു. The god suggests that she have patience and enjoy her days with Arjuna. അപ്പോൾ അവർ പറഞ്ഞു, നീ കുറച്ച് നാളും കൂടെ ക്ഷമിക്കേ, അർജുനനൊപ്പം സന്തോഷമായിട്ട് കുറച്ച് നാളും കൂടെ സ്പെൻഡ് ചെയ്യൂ എന്ന് അവർ പറഞ്ഞു. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഹീ സീംസ് ബോർഡ് വിത്ത് ഹിസ് ഡേയ്സ് വിത്ത് ചിത്ര. അപ്പോൾ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അർജുനന് ഈ ചിത്രയുമായിട്ടുള്ള ദിവസങ്ങൾ ബോറടിച്ചു തുടങ്ങി. ഹി ഏൺസ് ഫോർ ഹിസ് അഡ്വഞ്ചറസ് ലൈഫ്. അയാൾ മുൻപ് എങ്ങനെയായിരുന്നു ഒരു അഡ്വഞ്ചറസ് ആയിട്ട് സാഹസികമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടുണ്ടായിരുന്നത്, അതിലേക്ക് പോവാൻ അർജുനൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അർജുനൻ ആളുടെ പഴയ കാലങ്ങൾ, അതായത് ബ്രദേഴ്സിനൊപ്പം ചിലവഴിച്ചിരുന്ന ദിവസങ്ങളും ഹണ്ടിങ്ങിന് പോകുന്നതും സ്വിമ്മിങ്ങിന് പോകുന്നതും അങ്ങനെയുള്ള അതിനെയൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതായിട്ടും അതാണ് എനിക്കിഷ്ടം എന്നതിനെക്കുറിച്ചൊക്കെ അർജുനൻ പറയുകയാണ്. അപ്പം അങ്ങനെ അർജുനൻ ഈ ചിത്രയുടെ സ്റ്റോറീസൊക്കെ ആ വില്ലേജിലുള്ളവരിൽ നിന്നും കേൾക്കണു. ചിത്ര പ്ലാൻസ് ടു എൻജോയ് ഹർ ലാസ്റ്റ് ഗ്ലോറിയസ് ഡേ വിത്ത് അർജുന. അപ്പം അങ്ങനെ അവസാനം അർജുനൻ എന്തായാലും ഇവളെ ഉപേക്ഷിച്ച് പോവും എന്ന് അവൾക്ക് ഉറപ്പായി. അങ്ങനെ അവസാന ദിവസം അർജുനനൊപ്പമുള്ള അവസാന ദിവസമാണ്. അപ്പോൾ അങ്ങനെ ആ ദിവസത്തിന് ശേഷം ഷീ വിൽ ബി റെസ്റ്റോർഡ് ടു ഹർ റിയൽ പ്രീവിയസ് ഫോം. മദന ആൻഡ് വസന്ത അഡ്വൈസ് ചിത്ര ടു എൻജോയ് ഹർ ലാസ്റ്റ് സ്റ്റേറ്റ് വിത്തൗട്ട് ലോസിങ് ഹർ ബ്യൂട്ടി. അപ്പോൾ മദനയും വസന്തയും ഇവളോട് പറയും, അവസാന ദിവസം വരെയും നീ നിൻ്റെ ഈ ബ്യൂട്ടി എന്താണ്, ഇത് റിയൽ ബ്യൂട്ടി അല്ല, ഞങ്ങൾ അനുഗ്രഹിച്ചു തന്ന ബ്യൂട്ടിയാണെന്ന് അർജുനനോട് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിത്ര റിവീൽസ് ടു അർജുന ദാറ്റ് ഷീ ഈസ് പ്രഗ്നൻറ്റ് ആൻഡ് ഷീൽ ബ്രിങ് അപ്പ് ദ ചൈൽഡ് ആസ് ദ സെക്കൻഡ് അർജുന.
അപ്പോൾ അങ്ങനെ ആ ദിവസം ചിത്ര അർജുനനോട് അവൾ പ്രഗ്നൻ്റ് ആണെന്നും അടുത്ത ഒരു അർജുനനെ അവൾ വളർത്തും എന്നും പറയുന്നു. ആൻഡ് എവറിത്തിങ് കംസ് ടു എ ഹാപ്പി എൻഡിങ് വെൻ അർജുന ആക്സെപ്റ്റ് ചിത്ര ഇൻ ഹർ റിയൽ ഫോം ആൻഡ് സേസ് ബിലവഡ് മൈ ഹാർട്ട് ഈസ് ഫുൾ. അപ്പോൾ അങ്ങനെ ഇവള് അതിനൊപ്പം തന്നെ ഇവള് ഇത് റിയൽ ബ്യൂട്ടി അല്ല, ഞാൻ ഇങ്ങനെ ഈ വില്ലേജേഴ്സ് പറഞ്ഞു കേട്ടിട്ടുള്ള ആ ഒരു അച്ഛനും അമ്മയും ഒക്കെ മെയിൽ ചൈൽഡായിട്ട് വളർത്തിയിട്ടുള്ള ആ ഒരു ചിത്രയാണ് ഞാൻ എന്ന് അവൾ അർജുനനോട് പറയുന്നു. അപ്പോൾ എന്താണ് ചിത്രയാണ്, അതായത് യഥാർത്ഥത്തിലുള്ള ആ ഒരു ചിത്രയാണ് അർജുനന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും. അങ്ങനെ ഇത് ഒരു ഹാപ്പി എൻഡിങ് ആയിട്ട് അർജുനൻ അവളോട് പറയുന്നു, മൈ ഹാർട്ട് ഈസ് ഫുൾ, ഇപ്പോഴാണ് എൻ്റെ മനസ്സ് നിറഞ്ഞത് എന്ന് പറയുന്നു. ഇതാണ് ഈ ഒരു സ്റ്റോറി. അപ്പോൾ അർജുനനും ചിത്രയും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് ഈ ചിത്ര എന്നുള്ള വൺ ആക്ട് പ്ലേ. ഇതിൽ മേജർ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ചിത്ര, അർജുന, മദന, വസന്ത. ചിത്ര എന്ന് പറയുന്നത് മണിപ്പൂരിലുള്ള രാജാവിൻ്റെ മകളാണ്, രാജകുമാരിയാണ്. പിന്നെ അർജുന പഞ്ചപാണ്ഡവരിൽ ഒരാളാണ്. പിന്നെ മദന എന്ന് പറയുന്നത് ലോർഡ് ഓഫ് ലവ് ആണ്. ആ ഗോഡാണ് ചിത്രയെ ഫിസിക്കൽ ബ്യൂട്ടി കൊടുത്ത് അനുഗ്രഹിക്കുന്നത്. ആൻഡ് വസന്ത ലോർഡ് ഓഫ് യൂത്ത് ആൻഡ് സീസൺ, അതായത് സീസൺസിൻ്റെയും യൗവനത്തിൻ്റെയും ഒക്കെ ദേവതയായിട്ടാണ് വസന്തയെ പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്ന് അനുഗ്രഹിച്ചത് കൊണ്ടാണ് ഇവൾക്ക് ആ ഒരു ഭംഗി കിട്ടുന്നത്. പിന്നെ ഇതിൽ സീൻ വൈസ് സമ്മറിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വൺ ആക്ട് പ്ലേയുടെ ഓവറോൾ സമ്മറി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു മെറ്റീരിയൽ നോക്കിയിട്ട് സീൻ വൈസ് സമ്മറിയും കൂടെ ഒന്ന് വായിച്ച് നോക്കിക്കോളൂ. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞിട്ട് അതും കൂടെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഈ ക്ലാസ്സുകൾ ഞാനിടുന്ന വീഡിയോസ് മാത്രം നോക്കിയത് കൊണ്ട് നിങ്ങൾക്ക് പോയി എക്സാം എഴുതാമെന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, ഒന്ന് ഹെൽപ്ഫുൾ ആവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ മെറ്റീരിയലും നിങ്ങൾക്ക് കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ അവിടുത്തെ നോട്ട്സും നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്തിട്ടുള്ള നോട്ട്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് എക്സാം എഴുതുക കേട്ടോ. അപ്പോൾ എക്സാമിന് എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.